ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം പിറക്കുന്നത് യേശു ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. ഒരു സംഭവം യേശു തമ്പുരാൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ കഥ. ഒരു ധനവാൻ ഉണ്ടായിരുന്നു, അവനൊരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ്റെ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഈ കാര്യസ്ഥനോട് പറഞ്ഞു, നീ കണക്ക് ബോധിപ്പിക്കണം. അപ്പോൾ നിന്റെ കാര്യസ്ഥൻ്റെ കണക്ക് നീ എന്നെ ബോധിപ്പിക്കേണ്ട സമയമായി. നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് നല്ല കാര്യങ്ങളല്ല, അതുകൊണ്ട് നീ ഇനി ഇതുമേൽ തുടരാൻ ഞാൻ അനുവദിക്കില്ല. സ്നേഹമുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്, ശിഷ്യന്മാരോട് ഓർമ്മിപ്പിക്കുക. ഇപ്പോൾ നീ എൻ്റെ സമ്പത്ത് നീ കൈകാര്യം ചെയ്യുകയാണ്. എൻ്റെ സ്വത്തും എൻ്റെ എല്ലാം നിന്നെ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നീ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ഞാൻ നോക്കുന്നുണ്ട്. നീ അത് നന്നായി കൈകാര്യം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കർത്താവ് നിന്നെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയാണ്. ദൈവത്തിന് എൻ്റെ ജീവിതത്തിലും ഇങ്ങനൊരു സാധ്യത നൽകുമോ എന്ന് ചിന്തിക്കുന്നതാണ്. അനേകം സാധ്യതകൾ, അനേകം നന്മകൾ, അനേകം അനുഗ്രഹങ്ങൾ സ്വർഗം നിൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ആ വലിയ ധനവാനായ ദൈവം തമ്പുരാൻ, ആ വലിയ സ്നേഹമുള്ള ദൈവം തമ്പുരാൻ അവൻ്റെ ജീവിതത്തിൻ്റെ കാര്യസ്ഥ ജോലി, അവൻ്റെ സ്നേഹത്തിൻ്റെ ജോലി നിന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നീ എത്രമാത്രം നന്മയോടുകൂടി, അനുഗ്രഹത്തോടുകൂടി, വിശ്വസ്തയോടുകൂടി അത് നിവൃത്തിയാക്കുന്നു, എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ നീ അതിൽ ഇടപെടുന്നു എന്നത് സ്വർഗം ഒരിക്കൽ കണക്ക് ചോദിക്കും. നീ ആ കണക്ക് കൊണ്ടുവാ. നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന കണക്ക് ഇന്ന്, ഈ ദിവസം, ഈ പകൽക്കാലം നിന്നോട് കണക്ക് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ കണക്ക് ചോദിച്ചാൽ, നീ എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്ന് ചോദിച്ചാൽ, നിന്റെ കണക്ക് പുസ്തകം അവൻ്റെ മുമ്പിൽ എത്തുമ്പോൾ എന്തായിരിക്കും തമ്പുരാൻ നിന്നോട് പറയുക? ആമേൻ.